जब मैं ये परिस्थिति से होके गुजर रहा ഈ था, സാഹചര്യത്തിൽ കൂടി ഞാൻ പോയപ്പോൾ इसके साइमल्टेनियसली एक बात होके गुजर रही എന്റെ ജീവിതത്തിൽ മറ്റൊരു കാര്യം ഇതിനോട് സമാനമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. जितना मैं परमेश्वर से दूर हो रहा था, मेरी मम्मी मेरे लिए प्रार्थना करे जा रही थी. എത്രമാത്രം ഞാൻ കർത്താവിൽ നിന്ന് ദൂരെയാകുകയായിരുന്നു, അത്രമാത്രം എന്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. मैं नशे में घर पे पहुंचता था, मेरी मम्मी रात भर मेरे सर पर हाथ रख के प्रार्थना ഞാൻ करती थी. മയക്കമരുന്ന് അടിച്ച് വീട്ടിൽ ബോധം കെട്ടവനായി വന്ന് കിടക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ എന്റെ തലയ്ക്കൽ വന്ന് കൈവച്ച് എനിക്ക് വേണ്ടി കണ്ണുനീരോടെ എന്റെ മാതാവ് പ്രാർത്ഥിച്ചു. कपड़े धोते वक्त मेरे बच्चे को बचा, सब्जी बनाते वक्त मेरे बच्चे को बचा, काम करते वक्त मेरे बच्चे को बचा. सिर्फ एक प्रार्थना मेरी मम्मी दिन रात करती रही. രാവും പകലും തുണി കഴുകുമ്പോഴും അടുക്കളയിലെ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അമ്മയുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒറ്റ പ്രാർത്ഥനയുള്ള എന്റെ മകനെ രക്ഷിക്കണമേ. 21 दिन का उपवास किया, 40 दिन का उपवास किया, कोई उत्तर नहीं मिला. 21 40 ദിവസം ഉപവസിച്ചു. എത്രയോ ഉപവാസങ്ങൾ നടത്തിയിട്ടും ഒരു ഉത്തരവും പ്രത്യക്ഷത്തിൽ लास्ट കണ്ടില്ല. में घुटना टेक कर मम्मी ने कहा, അവസാനം മുട്ടുകുത്തിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, मेरे परमेश्वर से कहा, जब तक आप मेरे बच्चे को नहीं देती तब तक मैं घुटना टेक कर उपवास करती रहूंगी. എന്റെ അമ്മ എങ്ങനെ പറഞ്ഞു, എന്ന് വരെ എന്റെ മകന്റെ ജീവിതത്തിൽ ആത്മീയ വിടുതൽ കാണുന്നില്ല, അന്ന് വരെ ഞാൻ മുട്ടുകുത്തി ഞാൻ വാതോരാതെ പ്രാർത്ഥിക്കും. मेरी मम्मी डायबिटिक पेशेंट है, एक टाइम का खाना खाकर उन्होंने उपवास शुरू എന്റെ അമ്മ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. എന്നാൽ ഒരു നേരം ആഹാരം കഴിച്ച് എന്റെ വിടുതൽ, എന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. 107 दिन मेरी मम्मी ने प्रार्थना किया. 107 ദിവസം എനിക്ക് വേണ്ടി എന്റെ അമ്മ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. प्रार्थना करने वाली अगर माँ हो तो, എന്നെ കേൾക്കുന്ന കരയുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, प्रार्थना करने वाली माँ अगर यहाँ पे बैठे होंगे तो, പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് ഞാൻ പറയട്ടെ, आपके बच्चे के जीवन को वो परमेश्वर सही कर सकता है. നമ്മുടെ കർത്താവ് എത്ര തലതിരിഞ്ഞു പോയ, തല തെറിച്ചു പോയ സന്തതിയുടെയും ജീവിതത്തെ മാറ്റിമറിച്ച് അത്ഭുതത്തിന്റെ ഉപകരണമാക്കി മാറ്റാൻ കഴിയും. आपके परिवार को देखकर लोग बोलते होंगे, अरे इसका जीवन, इसका बच्चा तो नाश हो गया, अब कुछ नहीं होगा. लेकिन मैं गवाही के समान खड़े रहकर आपको कहना चाहता हूँ, अवस्थाओं को बदलने वाला मेरा परमेश्वर आज भी जीवित है. നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ തലമുറയെ നോക്കി നാട്ടുകാർ, വീട്ടുകാർ, ചുറ്റുമുള്ളവർ പറയും, ഈ സന്തതി, ഈ പൈതൽ, നിന്റെ തലമുറ ഒരിക്കലും ഗതിപിടിക്കത്തില്ലെന്ന്. പക്ഷെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും.